ഹായ്, മാരീശൻ. ആക്ച്വലി ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി പതിയെ റിവ്യൂ പറഞ്ഞാൽ മതിയായിരിക്കും എന്ന് വിചാരിച്ചിരുന്നിട്ടുള്ളൊരു സിനിമയാണ്. കാരണം നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ ഈ ടീസറിലും ട്രെയിലറും കണ്ട പോലെ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് വിചാരിച്ച് മാത്രം പോയി കണ്ടുള്ളൊരു സിനിമയാണ് മാരീശൻ എന്ന് പറയുന്ന ഈ ഒരു തമിഴ് സിനിമ. പക്ഷേ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തന്നിട്ടുള്ളത്. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത്രയും ഒരു കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ സിനിമയാണ് മാരീശൻ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടീസറും ട്രെയിലറും കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഈ ട്രെയിലറിലൂടെ അല്ലെങ്കിൽ ടീസറിലൂടെ ഇവർ തന്നെ റിവീൽ ചെയ്തിട്ടുള്ള പോലെ ഫഹദ് ഫാസിലിൻ്റെ കുറച്ച് കള്ളത്തിലൊക്കെയുള്ള ഒരു കഥാപാത്രം, മേ ബി ഒരു കള്ളൻ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കഥാപാത്രം, കൂടെ വടിവേലുവിൻ്റെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ പറ്റിച്ചുകൊണ്ട് കൂടെ കൊണ്ടുപോവാണ്. അല്ലെങ്കിൽ അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടില്ല ഫഹദ് ഫാസിലിൻ്റെ ശ്രമങ്ങളാണ് സിനിമ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. പിന്നീട് അവർ എന്ത് ചെയ്യുന്നു, അവരൊരുമിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ തുടങ്ങിയുള്ള ഒരു ഫീൽ ഗുഡ് രീതിയിൽ തന്നെ പോകുന്നൊരു സിനിമ. അതിലെ പാട്ടാണെങ്കിലും അതല്ലാതെ ചില ട്രെയിലർ കട്ട്സ് ആണെങ്കിലും കണ്ട് നമ്മൾ തോന്നും ചെയ്യും അവർ തമ്മിലുള്ള കണക്ഷൻ വലുതാവുന്നു എന്നൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെ സിനിമ തുടങ്ങി ഏകദേശം 1.25 മണിക്കൂർ നേരം കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നൊരു വൈബും അത് തന്നെയാണ്. വളരെ ഫീൽ ഗുഡായി പോകുന്ന, വളരെ നോർമലായി പോകുന്ന, മേ ബി ഇത് ഇങ്ങനെ തന്നെ പോയി ഇവരെ വെറുപ്പിക്കോ എന്ന് വരെ തോന്നുന്നൊരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ട്വിസ്റ്റ് വരികയാണ്. അത് ഇൻട്രവൽ ട്വിസ്റ്റ് ആയിട്ടൊരു സാധനം വരികയാണ്. അവിടെ മുതൽ പിന്നെ അങ്ങോട്ടൊരു ഒറ്റ കയറ്റാണ് സിനിമ. എന്ന് പറഞ്ഞാൽ പക്ക ത്രില്ലർ മോഡിലേക്ക് കൊണ്ടുവന്ന് കംപ്ലീറ്റ്ലി നമ്മളെ എൻഗേജ്ഡ് ആക്കി സിനിമ പിന്നെ കംപ്ലീറ്റ് ഇങ്ങനെ പോവാം. നമുക്ക് പിന്നെ ഒരു ബോറടിക്കുന്ന പരിപാടി ഒന്നുമില്ല. ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവർ തമ്മിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയുള്ള കുറേ ഡൗട്ട്സ് നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെ പെർഫോമൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് വടിവേലൊന്നും ഒരു രക്ഷയില്ല. കാരണം പണ്ട് വളരെ കോമഡി കാണിച്ചു കടന്നിരുന്ന കോമഡിയുടെ ഉസ്താദ് ആരാണെങ്കിൽ രാജാവ് ആരാന്ന് ചോദിച്ചാൽ തമിഴിൽ നമുക്ക് ഇപ്പോൾ മലയാളത്തിൽ ജഗതിയാണെങ്കിൽ അവിടെ കാണിക്കാനുള്ളത് വടിവേലുവിനായിരുന്നു. പക്ഷേ പുള്ളിയൊക്കെ സീരിയസ് റോളിലേക്ക് വന്നപ്പോൾ എന്ത് സിമ്പിളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട്, വളരെ മെച്ചൂർഡായിട്ട് അത് കൈകാര്യം ചെയ്യുന്നു. ഓരോ സ്ഥലത്തും പുള്ളിക്കാരൻ്റെ ഫീലിംഗ് നമ്മുടേക്ക് എത്തിക്കാൻ പുള്ളി വളരെ ലേറ്റ് ആയിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ഒക്കെ ഇടുന്നുള്ളൂ. അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫഹദ് ഫാസിൽ, ഈ കള്ളത്തരമുള്ള കഥാപാത്രങ്ങൾ മലയാളികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. തമിഴിൽ ഇവർക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല, ഇവരിത് കണ്ടിട്ടുണ്ടാവില്ല. ഇവർക്ക് ശരിക്കും തീർത്തും ഇതൊരു ഞെട്ടലായിരിക്കും. ആൻഡ് ഈ സിനിമേൻ്റെ റിവ്യൂസ് തമിഴ്നാട് നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് വരുമ്പോൾ എന്തായാലും ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് ഇവർ അത്ഭുതത്തോടെ കാണുന്നൊരു പെർഫോമൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി, ഇവർ പറയുന്ന ഡയലോഗ് ഡെലിവറി, ഇവരുടെ ക്യാമറ പ്രസൻസ്, ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ എന്താ പറയുക, തിരക്കഥ, സ്ക്രിപ്റ്റ്, അത് നമ്മൾ പറയണം. കാരണം ആദ്യത്തെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്രേക്ഷകനെ അത്രയും ത്രിൽഡാക്കി, പ്രേക്ഷകനെ അത്രയും കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റിനെയാണ്. അതിൽ സ്ക്രിപ്റ്റ് വിജയിച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ആൻഡ് ഇതിലെ മ്യൂസിക് ആവട്ടെ, വടിവേലു തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, അതൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ അവർ ഡെലിവറി ചെയ്ത് നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും മനസ്സിൽ നിൽക്കുന്ന രണ്ടേ രണ്ട് കഥാപാത്രങ്ങൾ ഈ ഫഹദ് ഫാസിലിൻ്റെയും വടിവേലിൻ്റെയും കഥാപാത്രമാണ്. ഈ രണ്ട് കഥാപാത്രത്തിനെ വെച്ച് 2-2.5 മണിക്കൂറോളം ഉള്ള ഒരു സിനിമ ഇങ്ങനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഡയറക്ടർ ബ്രില്യൻസ് ആണ്. ഡയറക്ടറിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്കില്ല് തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മാരീശൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. ഫീൽ ഗുഡ് ആണോ ചോദിച്ചാൽ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഇതിലിപ്പോൾ ഒരു ക്ലൈമാക്സിനോടനുബന്ധിച്ചൊരു സീനൊക്കെ ഉണ്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ചെറിയൊരു സംഭവമാണ്. അത് എന്താണെന്ന് പറയുന്നില്ല. അത് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലൊന്നും, മനസ്സ് നിറയാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലൊന്നും. അതുപോലെ വടിവേല് വരുന്ന വേറെ ഒരു ഡയലോഗുണ്ട്, ഒരു പീക്ക് ടൈമിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അങ്ങനെ അവിടെ നമുക്ക് എന്താ പറയുക, എക്സാക്ട്ലി അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു ഫീൽ ഗുഡ് എന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് മനസ്സിലാവും ഫീലിംഗ് ഗുഡ് എന്നുള്ളൊരു സംഭവം നമുക്ക് തന്നെ വരും. അതിനപ്പുറത്തേക്ക് ഒരുപാട് ട്വിസ്റ്റ്, ആ ട്വിസ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന വിധം, ഈ ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ അങ്ങോട്ട് ഫുൾ ട്വിസ്റ്റിൻ്റെ ചാകരയാണ്. അതായത് നമ്മളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്യണം. അതുകൊണ്ടാണല്ലേ ഇങ്ങനെ, ഇതുകൊണ്ടാണല്ലേ ഇങ്ങനെ. അപ്പോൾ സത്യത്തിൽ ഇതിങ്ങനെയാണല്ലേ സംഭവിക്കുന്നത്, നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഇയാൾ ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ വിചാരിക്കും, ഒരു ഇന്ന കഥാപാത്രം ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവമാണ്. നേരെ അത് ഉൾട്ടെടുത്ത് തിരിയും. അത് സത്യത്തിൽ ചെയ്യുന്നത് ഇന്ന കഥാപാത്രമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു സംഭവം. അങ്ങനെ
ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സോ ഞാനീ പറയുമ്പോൾ സിനിമ വലിയൊരു സംഭവം രീതിയിൽ അങ്ങനെ എടുത്ത് വരണ്ട, നല്ലൊരു കിടലൻ സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ച് ഫിലിമാണ്. തിയേറ്റർ വാച്ച് മാത്രം എന്ന് പറയുന്നില്ല, ബട്ട് തിയേറ്ററിനെ കാണുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. ഞാൻ തിയേറ്റർ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് അങ്ങനെ എടുത്ത് പറയുന്നത്. ബട്ട് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം. നിങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടി ഉള്ള ഒരു സിനിമയാണ് മാരീഷൻ. സോ ഞാൻ വീണ്ടും ഇത് ഭയങ്കര സംഭവം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മളിലേക്ക് ഡയറക്ടർ ഡെലിവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എത്രയോ അതുക്കും മേലെ എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സോ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാനൊരു 9/10 അതിനുള്ള ഐറ്റം ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ കിടലാണ്. ക്ലൈമാക്സിന് ശേഷം വെക്കുന്ന കുറേ സാധനങ്ങൾ അതൊക്കെ കിടലാണ്. എന്തായാലും തമിഴ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരയോടുകൂടി കാത്തിരിക്കുന്നു. താങ്ക് യു.